ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രൗസർ തുറന്നു. അതിൽ nscindia.com എന്ന് ടൈപ്പ് ചെയ്യുക. nscindia.com എന്ന് ടൈപ്പ് ചെയ്യുക. ഇതാണ് നമ്മളുടെ എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റ്. ഈ എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിലാണ് നമുക്ക് ആവശ്യമുള്ള ഓഹരികൾ തിരയേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിൽ നമുക്കിവിടെ കാണാം ഹോം, എബൌട്ട്, മാർക്കറ്റ് ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇതിൽ മാർക്കറ്റ് ഡാറ്റയിൽ പ്രീ ഓപ്പൺ മാർക്കറ്റ് കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞിട്ടുണ്ട് ഇക്വിറ്റി ആൻഡ് SME മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഇക്വിറ്റി ആൻഡ് SME മാർക്കറ്റിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വിറ്റി ആൻഡ് SME മാർക്കറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു പേജിലേക്ക് പോവും. ഇവിടെ നമുക്ക് കാണാം നിഫ്റ്റി 50 എഴുതിയിട്ടുണ്ട്. ഈ 50 ഓഹരികളാണ് നമ്മുടെ രാജ്യത്തെ പ്രധാന ഓഹരികൾ. ഈ കമ്പനികളുടെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഏഷ്യൻ പെയിൻറ്റ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ്, ONGC, ലൈക്ക് ഈ 50 കമ്പനികളിൽ എങ്ങനെ പോയാലും ഒട്ടുമിക്ക കമ്പനികളെല്ലാം നമ്മൾ കേട്ട് പരിചയമുള്ള കമ്പനികളാണ്. ടെക് മഹീന്ദ്ര, ഇൻഫോസിസ്, TCS, ITC, സിപ്ല, ബജാജ് ഫിൻസർവ്, ഡോക്ടർ റെഡ്ഡി, വിപ്രോ, ലൈക്ക് അങ്ങനെയുള്ള എല്ലാ കമ്പനികളും നമ്മൾ അത്രയും കേട്ട് ശീലമുള്ള കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളാണ് പ്രധാനപ്പെട്ട 50 കമ്പനികൾ. ഓക്കെ, നമുക്കിനി ബാക്കി കമ്പനികൾ നോക്കണ്ടേ. നിഫ്റ്റി 50 എന്ന് കാണുന്ന ഈ ഡ്രോപ്പ് മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് നിഫ്റ്റി നെക്സ്റ്റ് 50. കണ്ടോ, ഈ നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 51 മുതൽ 100 വരെയുള്ള അടുത്ത കമ്പനികളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കമ്പനികളെ നമ്മൾ പറയുന്ന പേരാണ് നിഫ്റ്റി നെക്സ്റ്റ് 50. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ സെഗ്മെൻറ്റ് വൈസ് നമുക്ക് ഓഹരികളെ നമുക്ക് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കാണാം സെക്ടോറിയൽ ഇൻഡിസസ്. കണ്ടോ, അപ്പോൾ ഈ സെക്ടോറിയൽ ഇൻഡിസസിൽ ഒരുപാട് സെക്ടോറിയൽ ഉണ്ട്. ഓട്ടോമൊബൈൽ, ബാങ്ക്, എനർജി, ഫിനാൻഷ്യൽ സർവീസസ്, FMCG, IT, മീഡിയ, മെറ്റൽ, അങ്ങനെ ഓയിൽ ആൻഡ് ഗ്യാസ്, അങ്ങനെ. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ഓട്ടോമൊബൈൽ സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓട്ടോമൊബൈൽ 13 അഡ്വാൻസ്, ഡിക്ലൈൻസ് 2, അൺചേഞ്ച്ഡ് 0, അതായത് 15 പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ കമ്പനികളാണ് നമുക്കുള്ളത്. അപ്പോൾ ആ കമ്പനികളുടെ ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബാങ്കിങ് ഓഹരികൾ നോക്കാം. അപ്പോൾ നിഫ്റ്റി ബാങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രധാനപ്പെട്ട ബാങ്കുകൾ ഏതൊക്കെയാണ്, IDFC, ബാങ്ക് ബറോഡ, കൊഡാക്, ഫെഡറൽ, സ്റ്റേറ്റ് ബാങ്ക്, ആക്സിസ് തുടങ്ങി 12 ബാങ്കുകളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സെക്ടോറിയൽ വൈസ് ആയിട്ട് നമുക്ക് ഓരോരോ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ നമുക്കറിയാം. ഇനി നമുക്ക് അടുത്തറിയേണ്ടത് എല്ലാ ഓഹരികളും, അതായത് പ്രധാനപ്പെട്ട ഓഹരികൾ. അപ്പോൾ നമ്മൾ ഈ ഡ്രോപ്പ് മെനു നമ്മൾ ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ അതേഴ്സ് പറഞ്ഞതിൽ നമുക്ക് കാണാം സെക്യൂരിറ്റീസ് ഇൻ F&O. കണ്ടോ, അതേഴ്സിൽ നമുക്ക് കാണാം സെക്യൂരിറ്റീസ് ഇൻ F&O. ഈ സെക്യൂരിറ്റീസ് ഇൻ F&O ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം 150 എണ്ണം മുകളിലേക്കും 33 എണ്ണം താഴേക്കും 0 എണ്ണം അൺചേഞ്ചും, അതായത് 183 ഓഹരികൾ. ഈ 183 ഓഹരികളാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസനീയമായ ഓഹരികൾ. ഈ കമ്പനികളായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനും ട്രേഡിങ്ങിനും വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ പുറത്തുള്ള ഓഹരികൾ നല്ലതല്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മളുടെ രാജ്യത്തെ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന 183 ഓഹരികൾ, ഈ 183 ഓഹരികളാണ് നമുക്ക് വിശ്വാസയോഗ്യമായ സ്ട്രോങ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഓഹരികൾ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, നമ്മളതിനെ എന്താ പറയുക, ഉണ്ട സ്റ്റോക്സ് എന്നൊക്കെ നമ്മൾ പറയുക. ഏതൊക്കെയോ പേര് കേൾക്കാത്ത ഓഹരികളിൽ, പെന്നി സ്റ്റോക്കുകളിലൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്തിട്ടെല്ലാം ലോസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് പഠിക്കേണ്ടത് സ്റ്റോക്ക് ലിസ്റ്റാണ്. സ്റ്റോക്ക് ലിസ്റ്റ് നമ്മൾ തരേണ്ടത് എവിടെയാണ്, എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഉദാഹരണത്തിന് നമുക്കിനി ഓരോരോ കമ്പനികളും നമുക്ക് റിവ്യൂ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കതൊരു ടാറ്റ പവർ, ഈ ടാറ്റ പവറിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഈ ടാറ്റ പവറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇന്നത്തെ ട്രേഡ് ഡീറ്റെയിൽസ്,
അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ്, അത് നിങ്ങൾക്കിത് റിവ്യൂ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ഒരു വർഷത്തെ ഡീറ്റെയിൽസ് വേണോ, നമുക്കിത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എടുക്കാൻ പറ്റും. അത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ അത് എക്സൽ ഫോർമാറ്റിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഓഹരികൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി അറിയാനും ഓഹരികളുടെ ഡീറ്റെയിൽസ് അറിയാനും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് NSEindia.com.